നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് കണ്ണൂരിൽ നടന്ന ഒരു പ്രതിഷേധം കേരളത്തിലാകമാനം വലിയ ചർച്ചാ വിഷയമാകുകയും കണ്ണൂർ ജില്ലയിൽ അടക്കം വ്യാപകമായ ആക്രമണത്തിന് CPM പ്രവർത്തകർ നേതൃത്വം നൽകിയ സംഭവമാണ് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വീണ ജോർജിനെതിരെ കണ്ണൂരിലുണ്ടായ കരിങ്കൊടി പ്രതിഷേധം. കേരളത്തിൽ അന്ന് വീണ ജോർജ് കണ്ണൂരിലെത്തിയ സമയം മുതൽ വിവിധ ഇടങ്ങളിൽ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. വീണ ജോർജ് കണ്ണൂരിലെ തന്റെ പര്യടനം അവസാനിപ്പിച്ച് മടങ്ങാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീണ ജോർജിന് നേരെ കരിങ്കൊടി വീശി പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയത്. എന്നാൽ പൊടുന്നനെ ആ പ്രതിഷേധം ഒരു സംഘർഷ രൂപത്തിലേക്ക് മാറ്റാൻ വീണ ജോർജിന് കഴിഞ്ഞു. തന്റെ കഴുത്തിന് KSU പ്രവർത്തകർ ആക്രമിച്ചെന്ന് പറഞ്ഞ് അവർ ബഹളം വെക്കുന്നു. അന്ന് അവിടെ അന്നത്തെ സ്പീക്കറായിരുന്ന AN ഷംസീർ റെയിൽവേ സ്റ്റേഷനിലൂടെ ഷംസീർ പെട്ടെന്ന് ഓടി വരുന്നു. വീണ ജോർജിനെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വീണയെ സന്ദർശിക്കുന്നു. CPM ജില്ലാ നേതാക്കന്മാരെല്ലാം അവിടേക്ക് എത്തുന്നു. വലിയ പ്രതിഷേധം കണ്ണൂർ ജില്ലയിൽ അലയടിക്കുന്നു. കണ്ണൂരിലെ വിവിധ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ആ കേസിൽ പ്രതിയായ കോഴിക്കോട് ജില്ലാ KSU കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ വീടിന് നേരെ, കുറ്റ്യാടിക്കടുത്തുള്ള അദ്ദേഹത്തിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ നിരവധിയായ ആക്രമണം ഉണ്ടായി. വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന രംഗങ്ങളൊക്കെ കേരളം കണ്ടു. എന്നാൽ പിന്നീട് വീണ ജോർജിന്റെ മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുന്നപ്പോൾ, അതോടൊപ്പം തന്നെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ആ ദൃശ്യങ്ങൾ പകർത്തിയ ചാനൽ ക്യാമറാമാൻമാരുടെ ദൃശ്യങ്ങൾ വന്നപ്പോൾ വീണ ജോർജ് നിൽക്കുന്ന ഒരു 20 മീറ്റർ അടുത്തേക്ക് പോലും KSU പ്രവർത്തകർ എത്തിയിരുന്നില്ല. വീണ ജോർജിന്റെ ശരീരത്തിൽ അവർ ആക്രമിച്ചിരുന്നില്ല. അവർ ദൂരെ നിന്ന് കരിങ്കൊടി വീശി മുദ്രാവാക്യം വിളിക്കുകയാണെന്ന് ആ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുകയും ചെയ്തിരുന്നു. എന്നാൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കണ്ണൂർ ജില്ലാ KSU കമ്മിറ്റിയുടെ അധ്യക്ഷനടക്കമുള്ളവരെ ജയിലിൽ അടച്ച് അവർക്ക് 16 ദിവസത്തിന് ശേഷമാണ് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായത്. അന്ന് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയ സാഹചര്യം കോൺഗ്രസും പോഷക സംഘടനകളുമെല്ലാം വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തി. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ വധശ്രമം ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് ഒരു ആറന്മുള പോലെയുള്ള ഒരു മണ്ഡലത്തിൽ പരാജയം ഉറപ്പിച്ചിരുന്ന, പിന്നീട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് മറ്റൊരു കാര്യം, പരാജയം ഉറപ്പിച്ചിരുന്ന വീണ ജോർജ് തനിക്കൊരു തെരഞ്ഞെടുപ്പിൽ കൂടി വിജയിക്കാൻ നടത്തിയ ഒരു നീക്കത്തിൽ 5 ചെറുപ്പക്കാരുടെ ഭാവിയാണ് ബലിയാടാക്കിയതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് മാത്രമല്ല, കണ്ണൂരിൽ കോൺഗ്രസ് CPM സംഘർഷത്തിന് കൂടി ആ വീണ ജോർജിന്റെ അന്നത്തെ കള്ളമൊഴി കാരണമായി പലയിടത്തും അക്രമമുണ്ടാകുന്നു. DCC ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. DCC ഓഫീസിന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിരോധിക്കുന്നു. ഇത്തരത്തിൽ പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോയി. അന്ന് കേരളത്തിൽ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വീണ ജോർജ് കള്ളം പറഞ്ഞ് കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റാൻ ശ്രമിച്ചതിന് വീണ ജോർജും വീണ ജോർജിന്റെ പാർട്ടിയും കേരളീയ പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ട, ഏറ്റവും ചുരുങ്ങിയത് മാപ്പ് പറയുമെങ്കിലും വേണ്ടേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തീർച്ചയായും മാപ്പ് പറയണം. അതിനു മുൻപ് തന്നെ ഈ ഒരു വിഷയം നടക്കുമ്പോൾ, അല്ലെങ്കിൽ KSUക്കാർ പ്രതിഷേധം നടത്തി ആശുപത്രിയൊക്കെ വിട്ടതിനു ശേഷം വീണ ജോർജ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, എനിക്ക് അല്ലെങ്കിൽ ഞാൻ ആക്രമിക്കപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് അത് നിങ്ങളെയൊക്കെ ബോധിപ്പിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. കാര്യം നിങ്ങൾ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. ആവർത്തിച്ച് എന്നെ കുറ്റക്കാരി, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ കള്ളം പറയുന്നു എന്ന രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത് എന്ന് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞ വീണ ജോർജിനാണ് ഇന്നും ഞാൻ ഓർക്കുന്നത്. കാര്യം നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ എല്ലാ ചാനലിലും കണ്ടതാണ് വീണ ജോർജിനെ ആക്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ മെഡിക്കൽ റിപ്പോർട്ടും വന്നു. എന്നിട്ടും വീണ ജോർജ് കാര്യം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും. ആ 2ാം പിണറായി സർക്കാരിന്റെ കാലത്തുള്ള ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ഏറ്റവും പരാജയപ്പെട്ട വകുപ്പായിരുന്നു ആരോഗ്യവകുപ്പ് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത്. അപ്പൊ എന്തായാലും ആറന്മുളയിൽ നിന്ന് പരാജയപ്പെടുമെന്ന് തീർച്ചയായ സമയത്ത് വീണ ജോർജ് നോക്കിയപ്പോൾ കിട്ടിയ അവസരത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാമെന്നാണ് കരുതിയത്. പക്ഷെ ചേട്ടൻ പറഞ്ഞതുപോലെ ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അത് കയ്യാങ്കളിയിലേക്കോ ഉപദ്രവത്തിലേക്കോ പോയോ, അല്ലെങ്കിൽ KSUക്കാരെ ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത KSUക്കാരുടെ പേരിൽ കേസ് അല്ലെങ്കിൽ കേസ് ആരോപിക്കുക, അല്ലെങ്കിൽ തെറ്റായ മൊഴി നൽകുകയും അവരെ ജയിലിലാക്കുകയും ചെയ്യുന്നു. അവരെ ഭാവിയെ ചോദ്യം, അല്ലെങ്കിൽ അവരുടെ ഭാവിക്ക് വെല്ലുവിളി ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് മറ്റൊരാൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി എങ്ങനെയോ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് വീണ ജോർജ് അങ്ങനെ ഒരു മൊഴി കൊടുത്തത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല വീണ ജോർജ് പോലും കരുതിയിട്ടില്ല കൈവിട്ടു പോകും, അല്ലെങ്കിൽ ഈ വിഷയം ഇത്രത്തോളം വലിയ നെഗറ്റീവായി തനിക്ക് ബാധിക്കുമെന്ന് വീണ ജോർജ് അന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. ആറന്മുളയിൽ വീണ ജോർജ് പരാജയപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വീണ ജോർജ് KSUക്കാർക്കെതിരെ കൊടുത്ത മൊഴി തന്നെയാണ്. ഒരുപക്ഷെ ഇത്തരം ഒരു കേസ് വന്നപ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്നെ കൊല്ലാൻ
ശ്രമിച്ചു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സാധാരണമായ ഒരു കരിങ്കൊടി പ്രതിഷേധമായിരുന്നു എന്ന് വീണ ജോർജ് സമ്മതിക്കുകയായിരുന്നുവെങ്കിൽ, നോർമലായി ഉണ്ടായ ഒരു കാര്യമാണ് എന്നായിരുന്നെങ്കിൽ ഒരിക്കലും വീണ ജോർജിന് ഇത്രയും വലിയൊരു പരാജയം, വിജയിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ ഇത്രയും വലിയൊരു പരാജയവും തിരിച്ചടിയൊന്നും ഉണ്ടാകില്ല. ഇതിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാജയപ്പെട്ടു, CPM വലിയ രീതിയിൽ പല വിഷയങ്ങളിൽ CPM ഉത്തരമില്ലാതെ നിൽക്കുമ്പോൾ അതിന്റെ മേലിലാണ് ഇപ്പൊ വധശ്രമം എന്നത് ഒഴിവാക്കിയിരിക്കുകയാണ്. കാര്യം വധിക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ കേസ് നിലനിൽക്കാത്ത ഒരു സാഹചര്യം വരുമ്പോൾ CPM ഉത്തരം പറയേണ്ടി വരും. ആദ്യം സൂചിപ്പിച്ചതുപോലെ പല സ്ഥലത്തും കോൺഗ്രസും CPM തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഒരു തെറ്റും ചെയ്യാത്ത 6ഓളം ചെറുപ്പക്കാർ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി. CPM പല സ്ഥലങ്ങളിൽ, ഇപ്പൊ കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ CPM കോൺഗ്രസും തമ്മിൽ DCC ഓഫീസ് പോലും തകർക്കുന്ന രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കൊണ്ടെത്തിച്ചത് വീണ ജോർജ് നടത്തി, അല്ലെങ്കിൽ വീണ ജോർജിന്റെ തെറ്റായ മൊഴി തന്നെയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ ഇനിയിപ്പോ സ്വാഭാവികമായി ഇത് ചർച്ച ചെയ്യപ്പെടും. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ ഗൺമാൻ അടക്കമുള്ള വിഷയത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കേസ് പോലും ഇപ്പൊ വീണ്ടും കേരള പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ അടുത്തുണ്ടായ വിഷയം കേരളം മറക്കില്ല. അതുകൊണ്ട് തന്നെ വീണ ജോർജും CPM കൂടുതൽ പ്രതിരോധത്തിലാകും ഈ വിഷയത്തിൽ. ഇപ്പൊ പല വിഷയങ്ങളിൽ CPM ഉത്തരമില്ലാതിരിക്കുകയാണ്. അതിന്റെ കൂടെ ഒരു വിഷയം കൂടി വന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും വീണ ജോർജ് ഈ വിഷയത്തിൽ മാപ്പ് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. KSUക്കാരോട് മാപ്പ് പറയാൻ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി മാപ്പ് പറഞ്ഞാൽ തന്നെ അത് കേരളത്തിന്റെ സമൂഹം അംഗീകരിക്കുമോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. കാര്യം ഇത്രയും നാൾ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന പാർട്ടിയായി CPM മാറി. ജനങ്ങളിൽ നിന്ന് അവർ അകലുകയും കള്ളങ്ങളുടെ മേൽ കള്ളങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോ പല വിഷയങ്ങൾ വരുമ്പോൾ ഇവർ പറയുന്നതിലുള്ള വിശ്വാസ്യത പോലും ഇല്ലാതാകും. അത്തരം കാര്യങ്ങൾ വീണ ജോർജ് കാരണം പാർട്ടി പ്രതിരോധത്തിലായി. വീണ ജോർജ് പാർട്ടിയെ കുടിക്കുന്നത് തന്നെ പറയേണ്ടി വരും. എന്തായാലും വലിയൊരു തിരിച്ചടിയാണ് CPM ഈ കുറ്റപത്രം സമർപ്പിച്ചതിലൂടെ. അല്ലെങ്കിൽ വധശ്രമം ഉണ്ടായിട്ടില്ല, ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തി പറയേണ്ട സാഹചര്യം വരുന്നു. അത് CPM വലിയ തിരിച്ചടിയായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും പാർട്ടിക്കകത്തടക്കം CPM-നകത്തടക്കം പരാജയപ്പെട്ട ഒരു മന്ത്രിയാണ് വീണ ജോർജ് എന്ന് വീണ ജോർജ് മന്ത്രിസഭയിൽ ഇരിക്കുന്ന കാലത്ത് പത്തനംതിട്ടയിലെ പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. KK ശൈലജ വകുപ്പ് കൈകാര്യം ചെയ്തതുപോലെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ മുൻ മാധ്യമ പ്രവർത്തകയായ വീണ ജോർജിന് കഴിഞ്ഞിട്ടില്ല എന്ന് പാർട്ടി നേതാക്കന്മാർ തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് പാർട്ടിക്കകത്ത് നിന്നുള്ള വിമർശനത്തെ പോലും മറികടക്കാൻ വീണ ജോർജ് കണ്ടെത്തിയ ഒരു അഭ്യാസമാണോ ഇതെന്ന് പലരും അന്നേ സംശയിച്ചിരുന്നു. ഒരു ഭാഗത്ത് കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തി. എന്തു പറഞ്ഞാലും KK ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ ആദ്യമായി നിപ റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ ആ നിപ റിപ്പോർട്ട് ചെയ്ത കാലത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെന്താണ്, നിപ എന്താണ് എന്നറിയാത്ത സാഹചര്യത്തിൽ അന്ന് KK ശൈലജ കോഴിക്കോട് വന്ന് ക്യാമ്പ് ചെയ്താണ് അതിന്റെ പ്രവർത്തനം ഏകോപിപ്പിച്ചത്. അന്ന് നിപ വാക്സിൻ എത്തിക്കുന്നതിലടക്കം കൃത്യമായി ഇടപെടൽ KK ശൈലജ നടത്തിയിട്ടുണ്ട് എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. പിന്നീട് കോവിഡ് കാലഘട്ടത്തിൽ PR വർക്കിലൂടെ ആണെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ആരോഗ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ, അല്ലെങ്കിൽ KK ശൈലജയുടെ ഇടപെടൽ സഹായകരമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അവർ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന ആശുപത്രികൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകാൻ ശൈലജ ടീച്ചറുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൽ ശൈലജ ടീച്ചർക്ക് പകരം മന്ത്രിയായി വരുന്നത് വീണ ജോർജാണ്. കേരളത്തിൽ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ മരുന്ന് ലഭ്യമല്ലാതിരുന്ന സാഹചര്യത്തിൽ പോലും അതിന് മരുന്ന് ലഭ്യമാക്കാൻ നടപടിയെടുക്കാതെ ഡോക്ടർമാരടക്കമുള്ളവരെ കുറ്റം പറയാനായിരുന്നു അന്ന് വീണ ജോർജ് സമയം കണ്ടെത്തിയത്. ഹൃദയ ശസ്ത്രക്രിയ വ്യാപകമായി മെഡിക്കൽ കോളേജുകളിൽ സ്റ്റെന്റ് ലഭ്യമാകാതെ മുടങ്ങിയപ്പോൾ അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞിരുന്നില്ല. എന്തിനേറെ CPM-കാർ അടക്കം പറഞ്ഞത് പരാജയപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ് എന്ന് CPM-ന്റെ നേതാക്കന്മാർ പറയുന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തിയപ്പോൾ അവർ പറഞ്ഞത് ആരോഗ്യമന്ത്രിയെ പാർട്ടിക്കാർക്ക് വിളിച്ചാൽ അവർ ഫോൺ പോലും എടുക്കില്ലായിരുന്നു. ആ വകുപ്പ് മന്ത്രി തനിക്കെതിരായ ആരോപണങ്ങളും താൻ കാരണം CPM-നുണ്ടാകുന്ന ചീത്തപ്പേര് മറികടക്കാൻ അന്ന് ആ പ്രതിഷേധം വീണിടം വിഷ്ണുലോകം എന്ന് പറഞ്ഞ പോലെ ആ പ്രതിഷേധം ഒരു മറയാക്കി കള്ളക്കേസ് ചുമത്തി ഒരു ചെറുപ്പക്കാരെ 16 ദിവസം റിമാൻഡ് ചെയ്യിപ്പിച്ചു എന്നല്ലാതെ അതിന്റെ യാഥാർത്ഥ്യം കേരളം കണ്ടതാണ്. കേരളം ആ യാഥാർത്ഥ്യം കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ആറന്മുള പോലെയുള്ള ഒരു മണ്ഡലത്തിൽ 2 തവണ വീണ ജോർജ് ജയിച്ച മണ്ഡലത്തിൽ വീണ ജോർജിന് ഇത്തവണ അതിദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്തായാലും കുറ്റപത്രം സമർപ്പിച്ച പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വീണ ജോർജിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ കേരളീയ സമൂഹം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കാരണം നിപയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വീണ്ടും നിപ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഇന്നത്തെ ആരോഗ്യമന്ത്രി K മുരളീധരൻ നടത്തിയ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഇന്ന് വീണ ജോർജിന്റെ ഒരു പ്രസ്താവനയെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷമാണ് ഈ കുറ്റപത്രം സമർപ്പിച്ച വാർത്ത വരുന്നത്. ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് വീണ ജോർജിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ കേരളീയ പൊതുസമൂഹം കാത്തിരിക്കുകയാണ്.